ഹായ്, അപ്ഡേറ്റഡ് കിയ കാരൻസ് ക്ലാവിസിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള HTK+ എന്ന് പറയുന്ന വേരിയൻ്റാണിത്. കാരണം ഈ വേരിയൻറ്റിലാണ് നമുക്ക് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസലിൻ്റെ ഒരേ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഈ HTK+ വേരിയൻ്റാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് കിയ കാരൻസ് ക്ലാവിസിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റ് ഈ HTK+ വേരിയൻ്റ് ആണ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ നമ്മൾക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ അല്ല. കാരണം 1.5 ലിറ്റർ നോർമൽ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടർബോ പെട്രോൾ എഞ്ചിനിലും നമ്മുടെ ടർബോ ഡീസൽ എഞ്ചിനിലും മാത്രമാണ്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് നൽകുന്ന ഒരു മിഡ് വേരിയൻറ്റും ഈ ഒരു HTK+ വേരിയൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന DRL സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും HTK വേരിയൻറ്റിലാണ്. നമുക്ക് പക്ഷേ കണക്റ്റഡ് DRL ഈ വേരിയൻറ്റിൽ വരുന്നില്ല, അത് ടോപ്പ് എൻഡിൽ മാത്രമാണ്. ഫ്രണ്ടിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്ത് ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ വെയിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്തോ രാത്രിയിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്തോ അതൊരു DRL പോലെ നമുക്ക് തോന്നും. അതിനകത്ത് റിഫ്ലക്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കിയയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് സൈറോസിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്ത പോലെയൊക്കെയാണ് തോന്നുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. LED കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴെ നമുക്ക് ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാം. വേറെ എടുത്തു പറയത്തക്ക ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും കാണാം. ഫ്രണ്ടിലെ ഈ ഒരു എയർ ഡാമിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 195 mm ആണ് കരൻസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലാണ് ആ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സിൻ്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകളോട് കൂടിയ സ്റ്റീൽ വീൽസാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 205/65R16 ഇഞ്ച് വീൽസാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത ഈ ഓപ്ഷണൽ വേരിയൻറ്റിലും സെയിം വീൽസ് തന്നെയാണ് വരുന്നത്. നടുക്ക് നമുക്ക് കിയയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് LED ആയിട്ട് മിറേഴ്സിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്കൊരു ബോഡി കളറിലാണ് വരുന്നത്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻറ്റിലാണ്. അതിൻ്റെ ഒരു റിക്വസ്റ്റ് സെൻസർ കാണാം. നമുക്കൊരു വിൻഡോ ക്രോം ഗാർണിഷ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അത് ബാക്കിലേക്ക് ചെല്ലുന്തോറും ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു റൂഫ് റെയിൽസ് കാണാം, അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങൾ നോക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് ഡോറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകളും ഇതിനകത്ത് തന്നെയാണ്. അത്യാവശ്യം സൈസായിട്ടുള്ളൊരു ക്വാർട്ടർ ഗ്ലാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു റെഡ് ഫിനിഷ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. 4550 mm ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത്. 2780 mm വീൽ ബേസും വരുന്നൊരു വാഹനമാണ് നമ്മളുടെ കാരൻസ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സുമാണ്. ഈ ബാക്കിലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ HTK+ വേരിയൻ്റ് തൊട്ടിട്ടാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബാക്കിലെ ആ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. വശങ്ങളിലൊരു വിങ്സ് പോലെ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു. അതിന് നടുക്ക് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ്. നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഈ പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. അടിയിലായിട്ടാണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമേ വരുന്നുള്ളൂ. വേരിയൻസിൻ്റെ ബാഡ്ജിങ് ഒന്നും ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 റോയും അൺഫോൾഡ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 216 ലിറ്ററിൻ്റെ ബൂട്ട് മാത്രമാണ് വരുന്നത്. അതിനകത്ത് ചെറിയൊരു വേറൊരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു ബൂട്ട് ലാമ്പ് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ തേർഡ് റോ ഒരു സിംഗിൾ ഫ്ലിപ്പോട് കൂടി തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സിന് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഈ തേർഡ് റോ ഫോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ 645 ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള
ബൂട്ട് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാ സമയത്തും ഫുൾ പാസഞ്ചേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ലഗേജ് സ്പേസും ബാക്കിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കീലെസ് എൻട്രി റിക്വസ്റ്റ് സെൻസറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് അതിൻ്റെ ഫുൾ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഈ HTK പ്ലസ് വേരിയന്റിൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറർ ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 or 3 ബോട്ടിൽസ് വെക്കാനുള്ള ഒരു സ്പേസ് കാണാം. നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽസിനകത്ത് ഒരു സിൽവർ ഫിനിഷാണ് വരുന്നത്. സ്പീക്കർ ഗില്ല്, ട്യൂട്ടർ ഗില്ല്, സ്പീക്കർ ആൻഡ് ട്യൂട്ടേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു സെമി ലെതർ ആൻഡ് ഫാബ്രിക് സീറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്തൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നു. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതിൻ്റെ അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇതിൻ്റെ ഈ ഒരു സീറ്റിനകത്ത് സെൻട്രൽ പോർഷൻ നമുക്കൊരു ഫാബ്രിക് ഫിനിഷിലും വശങ്ങളിലാണ് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്ത HTE ഓപ്ഷണൽ വേരിയന്റിൽ സെൻട്രൽ പോർഷൻ ലെതർ ഫിനിഷിനും വശങ്ങളിലാണ് ഫാബ്രിക് കൊടുത്തിരുന്നത്. ഇപ്പോൾ പൈസ കൂടുന്തോറും സീറ്റിൻ്റെയൊക്കെ കോസ്റ്റ് കട്ടിംഗ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഒരു താഴെ നമുക്ക് ഇത് മാനുവൽ വേരിയന്റാണ്. 3 പെഡലുകൾ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. HTK പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു ഇന്റീരിയർ എന്ന് പറയാം. ഈ HTK പ്ലസ് വേരിയന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ AC HTK വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. നമ്മുടെ ക്രൂസ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ HTK പ്ലസ് വേരിയന്റ് തൊട്ടിട്ടാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഡബിൾ ഡി കട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ സൈറോസിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഒരു മാറ്റ് ബ്ലാക്ക് എന്നുള്ള രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കൺട്രോൾസിൻ്റെ ഭാഗത്തുമെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് എന്നുള്ള രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. കീയുടെ ബാഡ്ജിങ് ഒരു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്തായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതും നമുക്ക് വലതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ TFT ഡിസ്പ്ലേ 3.5mm ഡിസ്പ്ലേ ആണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ കാണുന്ന TPMS ആണ്. അതിപ്പോൾ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനെ ബേസിക് മൈലേജിൻ്റെ ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. ഇതിനകത്ത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നതും റിവേഴ്സ് ഗിയറിൻ്റെ ഒരു ഇൻഡിക്കേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്യൂവൽ ഗേജ് ഈ കോർണറായിട്ട് ലൈറ്റ് ഇൻഡിക്കേഷനോടും എഞ്ചിൻ ടെമ്പറേച്ചർ ഈ കോർണർ ലൈറ്റ് ഇൻഡിക്കേഷനോട് കൂടിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിൻ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ഇത് നമുക്ക് ആ HTE ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാൻ പാകത്തിന് നല്ല ക്ലാരിറ്റിയോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വരുന്നതാണ്. അത് പീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. മ്യൂസിക്കൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തരുന്നുണ്ട്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫിസിക്കൽ കൺട്രോളുകൾ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കിയ കാറുകളിലൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. ക്യാമറ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് HTK വേരിയൻ്റ് തൊട്ടാണ് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മീൻസ് AC റിലേറ്റഡുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കിത് ഓഫ് ചെയ്യാം, കാര്യം ഭയങ്കര നോയ്സിയാണ്. താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു USB കണക്ട്
ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നമുക്കിവിടെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ഓപ്ഷനും കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ടോപ്പ് എൻഡിൽ വേണ്ടിയുടെ ഒരു വയർലെസ് ചാർജർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ടോപ്പിലായിട്ട് നമുക്കൊരു ഗ്ലാസ് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ കൺസോളിലാണെങ്കിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഈ HTK പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, അതിനകത്ത് നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്ക് പ്ലസ് ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാനുവൽ വേരിയൻറ്റിൽ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. അത്യാവശ്യം വേണ്ട ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടൊരു കവർ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ്. അതൊരു സെമി ഫാബ്രിക് ആൻഡ് ലെതർ സീറ്റ് എന്ന് പറയാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോറിയുടെ സീറ്റുകൾ. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. അത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. കൂൾഡ് ഫീച്ചർ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ വേരിയൻറ്റിൻ്റെ അകത്ത്, അതായത് HTK പ്ലസ് വേരിയൻറ്റിൻ്റെ അകത്ത് ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷനിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ്. അതിൻ്റെ നടുക്കൊരു സിൽവർ ലൈൻസ് കൊടുത്തിരിക്കുന്നു. എക്സ്റ്റീരിയറിലെ കളർ മാറുന്നതിനനുസരിച്ച് ഇൻറ്റീരിയറിലെ കളർ പാറ്റേണിലും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ ആ സൈറോസിലൊക്കെ കണ്ട ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ ഡാഷ്ബോർഡും കിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകളും കെറൻസിൻ്റെ തന്നെയാണ്. ഡോർ പാഡ്സ് നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഇല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റെ ബ്ലോവർ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സെമി ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. അതിനകത്ത് ISOFIX ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഈ സീറ്റിൽ നമുക്ക് 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകളും 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളും കാണാം. നമുക്ക് സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംബ്രസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലാൻഡിങ്ങിൻ്റെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതായത് ഏകദേശം ഒരു നമുക്ക് കിടന്നു പോകുന്ന രീതിയിൽ വരെ ഈ സീറ്റ് സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് വയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ ഫ്ലിപ്പിൽ, ഇത് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഫുള്ളി ഫോൾഡ് ആവുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റ് ഇപ്പോൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. മാസീവായിട്ടുള്ള ലെഗ് റൂമാണ് നമുക്ക് കാണാൻ പറ്റുക. ലെഗ് റൂം ആൻഡ് നീ റൂം. ഇവിടെ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തേർഡ് റോയിലേക്ക് കയറി ഇറങ്ങാൻ ഈ സീറ്റ് വേണമെങ്കിൽ നമുക്കൊരു ആ ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സീറ്റ് നമുക്കൊരു സിംഗിൾ പ്രസ്സിൽ തന്നെ ഫോൾഡ് ആവുന്നത് കാണാം. ഈ സൈഡിലുള്ളൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഫ്ലിപ്പിൽ തന്നെ സീറ്റ് ഫോൾഡ് ചെയ്ത് വരുന്നത് കാണാം. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ സീറ്റ് പൊക്കി വയ്ക്കുകയാണ് എങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് ബാക്കിലും കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഹെഡ് റൂം ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. അത് എല്ലാ റോ പാസഞ്ചേഴ്സിലും നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ റോയിലേക്കും നമുക്ക് റീഡിംഗ് ലൈറ്റുകളും കാണാവുന്നതാണ്. എല്ലാ ലൈറ്റുകളും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളായിട്ട് സ്പ്രിങ്ങിലായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ സെക്കൻഡ് റോയിൽ നമുക്ക് 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം. തേർഡ് റോയിൽ 3 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും. പക്ഷേ 2 പേർക്കുള്ള സീറ്റ് ബെൽറ്റും ഹെഡ് റെസ്റ്റും മാത്രമാണ് വരുന്നത്. ശരിക്കും 3+3+8 മീൻസ് 3+3 6 ഫ്രണ്ടിൽ 2 പേര് 8 പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാം. പക്ഷേ കമ്പനി പറയുന്നത് ബാക്കിൽ 2 ഇവിടെ 3 ഫ്രണ്ടിൽ 2 അങ്ങനെ 7 എന്നുള്ള രീതിയിലാണ് കൺഫിഗറേഷൻസ് വരുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് 6 സീറ്റർ വേർഷൻസും അവൈലബിൾ ആണ്. 2, 2, 2 അങ്ങനെ. അത് നിങ്ങളുടെ കൺവീനിയൻസ് വെച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും ഏത് വേരിയൻറ്റുകൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ മിനിമം ഈ ഒരു വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ക്ലാവിസ് HTK പ്ലസ് വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസൈൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ വേരിയൻറ്റിലേക്ക് വന്നാൽ ഫ്രണ്ടിലും നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ
ഈ ഒരു HTK പ്ലസ് വേരിയൻറ്റ് നമുക്ക് ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിലും ടർബോ ഡീസൽ എഞ്ചിനുള്ള വേരിയൻറ്റിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളുടെ നോർമൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ HTK പ്ലസ് വേരിയൻറ്റ് വരെ വരുന്നുള്ളൂ. HTE ഓപ്ഷണൽ HTK ഈ 3 വേരിയൻറ്റിൽ മാത്രമാണ് ആ ഒരു എഞ്ചിൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൽ വരുന്ന എഞ്ചിനിലേക്ക് വന്നാൽ അതൊരു 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. 158 HP ആണ് പവർ വരുന്നത്. 253 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. വിത്ത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഓൾ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഈ ഒരു ഓപ്ഷനിലാണ് പെട്രോൾ എഞ്ചിൻ കൊടുത്ത് വരുന്നത്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി 16.5 ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 12-നും 13-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഡീസൽ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള സെയിം 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. 115 Nm ആണ് പവർ വരുന്നത്. 115 HP ആണ് പവർ വരുന്നത്. 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17.8 മൈലേജ്. റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു 14-നും 15-നും ഇടയ്ക്കൊക്കെ ആ ഡീസൽ എഞ്ചിൻ്റെ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഡീസൽ എഞ്ചിൻ നമ്മൾക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് ഡീസലിൽ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഡീസലിൽ ഓട്ടോമാറ്റിക് വരുന്ന ഒരേ ഒരു വേരിയൻറ്റും ഈ ഒരു HTK പ്ലസ് വേരിയൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീസലിൽ ഓട്ടോമാറ്റിക്കുള്ളൊരു ടോപ്പ് എൻഡ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. HTK പ്ലസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ HTK പ്ലസ് ടർബോ പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് 18,82,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ടർബോ പെട്രോളിൽ തന്നെ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉള്ള വേരിയൻറ്റിന് 20,64,000 രൂപ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ വേരിയൻറ്റിന് 20,16,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 21,98,000 രൂപ. അതായത് ഓൾമോസ്റ്റ് 22 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വേണ്ടവർ ക്ലാവിസിൽ 22 ലക്ഷം രൂപ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബേസ് വേരിയൻ്റായ HTE വേരിയൻറ്റിലേക്ക് വന്നാൽ HTE വേരിയൻറ്റിൻ്റെ ഡീസലിന് 16,26,000 രൂപയാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 5.5 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ ഒരു വേരിയൻറ്റിന് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടത്. മീൻസ് 5.5 ലക്ഷം രൂപ അഡീഷണൽ കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13,87,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. അതിനകത്ത് ആ വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാവിസിൽ നമ്മൾ സെൽറ്റോസിലൊക്കെ കണ്ടുവന്നിരുന്ന 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റ് HTK വരെ വരുന്നുള്ളൂ. അതായത് HTE ഓപ്ഷണൽ HTK. HTK പെട്രോൾ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 16,25,000 രൂപയും അതിൽ നമുക്ക് ടർബോ പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് 17,32,000 രൂപയും ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 18,98,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ വേരിയൻറ്റുകളുടെയും പ്രൈസ് വന്നിട്ടുണ്ട്. HTE ഓപ്ഷണൽ HTK പ്ലസ് അങ്ങനെ 4 വേരിയൻറ്റുകളുടെയും പ്രൈസ് നിങ്ങൾക്ക് ആ 2 വീഡിയോയിൽ നിന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ DKHKയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണം ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.